ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജേർണി വിത്ത് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെസിപ്പി നോക്കിയാലോ. അതിനായി നമ്മളിവിടെ എടുത്തേക്കുന്നത് 1/2 kg ചിക്കനാണ്. ഇനി നമുക്ക് ചിക്കനിലോട്ട് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ചിക്കനിൽ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാനായി കുറച്ച് ബട്ടർ ഉരുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു 1/4 വേവ് ആവുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനായി ലോ ഫ്ലെയിമിൽ പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഉരുക്കിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സവാളയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇപ്പം നമ്മുടെ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരത്തെ ചിക്കൻ വറുത്ത ബട്ടറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വറുത്ത ബട്ടർ ആയതുകൊണ്ട് നമ്മുടെ ഗ്രേവിക്ക് കുറച്ചുകൂടി സ്വാദ് കൂടും. നമുക്കിനി എക്സ്ട്രാ ബട്ടറൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇപ്പം നമ്മുടെ ഗ്രേവിയുടെ മുകളിൽ ബട്ടറൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മുടെ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്രീമും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ക്രീം ആഡ് ചെയ്തതിന് ശേഷം അധികം തിളപ്പിക്കണ്ട. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക.